നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. വളരെ വേദനയോടുകൂടിയാണെങ്കിലും ഒരു പ്രസ്താവന കാണിച്ചു തരാതെയും പ്രതികരിക്കാതെയും ഇരിക്കാൻ സാധിക്കില്ല. ഓരോ ഹിന്ദുവും പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പ്രസ്താവന കാണിച്ചു തരാം. മാളികപ്പുറത്ത് അമ്മയെ നേരിൽ കണ്ടാൽ അയ്യപ്പൻ ബലാത്സംഗ വീരനാകും. അധിക്ഷേപിച്ച് പരാമർശവുമായി ആക്ടിവിസ്റ്റ് സണ്ണി കപ്പിക്കാട്. ഏതൊരു വ്യക്തിക്കും സ്വന്തം കച്ചവടം പ്രതിസന്ധിയിലാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയെ എതിരാളിയായി കാണുവാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. ബിസിനസ് ഭാഷയിൽ അതിനെ കോമ്പറ്റീറ്റർ എന്നാണ് എതിരാളികളെ വിളിക്കുന്നത്, ബിസിനസിന്റെ എതിരാളികളെ. ഇവിടെ ചിലരുടെ വിശ്വാസ കച്ചവടത്തിനും മതേതര കച്ചവടത്തിനും ഏറ്റവും വലിയ എതിരാളിയായി എതിർഭാഗത്ത് നിൽക്കുന്നത് സ്വാമി അയ്യപ്പൻ എന്ന നമ്മുടെ എല്ലാം കൺകണ്ട ദൈവമാണ്. ജനലക്ഷങ്ങളല്ല, ജനകോടികൾ. ഒരു മതപുരോഹിതനും ഉത്തരവിടാതെ സ്വയം കഠിനവ്രതം നോറ്റ് 41 ദിവസത്തെ കഠിനവ്രതം നോറ്റ് ഭഗവാന്റെ മുന്നിലെത്തുന്നത് ഒരു നിമിഷം ആ തങ്കവിഗ്രഹത്തിനെ ഒന്ന് കാണാനാണ്. ആരും ക്ഷണിച്ചിട്ടല്ല, സ്വയമാണ് അവിടെ എത്തുന്നത്. തന്റെ മുന്നിലെത്തുന്ന ഭക്തകോടികളെ സ്വന്തം പേര് നൽകി അഭിസംബോധന ചെയ്യാൻ ഉത്തരവിട്ട കരുണാമയം. ഏതെങ്കിലും ഒരു ക്ഷേത്ര സന്നിധാനത്ത് ആ ദേവതാ സങ്കല്പത്തിന്റെ പേരിൽ ഭക്തൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ശബരിമല സ്വാമി അയ്യപ്പന്റെ മുന്നിലാണ്. നമ്മൾ ഭക്തരെ അഭിസംബോധന ചെയ്യുന്നത് സ്വാമി അങ്ങോട്ട് മാറി നിൽക്കൂ, അയ്യപ്പ മാറി നിൽക്കൂ, മാളികപ്പുറത്തമ്മേ മാറി നിൽക്കൂ എന്നാണ്. സ്ത്രീകളായിട്ടുള്ള തീർത്ഥാടകരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സങ്കല്പം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ചിലരുടെ വിശ്വാസ കച്ചവടം ഇങ്ങനെ ഒരു ദേവതയുള്ളപ്പോൾ നടക്കുക? അതുകൊണ്ടാണ് ഇവർക്കെല്ലാം സ്വാമി അയ്യപ്പനോട് ഇത്രയധികം അസൂയ. അത് മാത്രമല്ല, അവരുടെ ഒരു കുതന്ത്രങ്ങളും ഈ സന്നിധാനത്ത് നടക്കില്ല. കാരണം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലരെയും ഒന്നുപോലെ ഒരേ വസ്ത്രത്തോടെ ഒരേ ശരണമന്ത്രത്തോടെ സ്വീകരിക്കുന്ന ഒരേയൊരു ദേവതാ സങ്കല്പം ശബരിമല സ്വാമി അയ്യപ്പനാണ്. ആ സ്വാമി അയ്യപ്പൻ എക്കാലത്തും ഇത്തരം വിശ്വാസ കച്ചവടക്കാരുടെ ലക്ഷ്യം തന്നെയായിരുന്നു. മറ്റൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ ലോകത്തെയും നോക്കിക്കാണുക. വി സീ ദ വേൾഡ് ആസ് വി ആർ എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ശുദ്ധരായ വ്യക്തികള് എതിരാളികളായിട്ട് വരുന്ന ദുഷ്ടമനസ്സുകളെ തിരിച്ചറിയാതെ പോകുന്നത്. നമ്മളെപ്പോലെ തന്നെയായിരിക്കും അവരും എന്ന് നല്ല വ്യക്തികൾ കരുതുകയും ദുഷ്ടശക്തികൾ അതുപോലെ തന്നെ അവരെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് കരുതും. ഇവിടെ ഇദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹം കണ്ടിട്ടുള്ള റോബിൻ അച്ചന്മാരെയും ഫ്രാങ്കോ പുണ്യോളന്മാരെയും ഒക്കെ പോലെ നിത്യേന പത്രങ്ങളില് പീഡകരായിട്ട് എത്തുന്ന ചില രൂപങ്ങളെ മാത്രമാണ്. അങ്ങനെയുള്ളവരായിരിക്കും മറ്റുള്ളവരും എന്ന് കരുതുന്നുണ്ടാവും. ഇതിന് ക്ഷമയല്ല പരിഹാരം. ഓരോ ഹിന്ദുവും ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഒരു കഷ്ണം പേപ്പർ എടുത്ത് നമ്മുടെ സ്വാമി അയ്യപ്പനെ, കേരളത്തിന്റെ അന്നദാന പ്രഭുവായിട്ടുള്ള സ്വാമി അയ്യപ്പനെ അധിക്ഷേപിക്കുന്നു എന്ന് പരാതിപ്പെടണം എന്ന് മാത്രമല്ല, സ്വാമി അയ്യപ്പന്റെ ഭക്തര് കേരളത്തിൽ മാത്രമുള്ളവരല്ല, തമിഴ്, തെലുങ്ക്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവര്, അവര് ഹിന്ദുക്കളെക്കാളും അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാളികളെക്കാളും അധികം തീവ്ര ഭക്തരായിട്ടുള്ള അയ്യപ്പ ഭക്തരാണ്. അവരെല്ലാം അറിയുന്ന രീതിയിൽ ഈ പ്രസ്താവന എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കുകയും അവിടെ നിന്നെല്ലാം പരാതികൾ എത്തുകയും വേണം. അത് മാത്രമാണ് ഇത്തരം ചില മനോരോഗികൾക്കുള്ള പ്രതിവിധി. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.